ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നൊരു പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ ടീച്ചർ ചോദിക്കട്ടെ, അതായത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആണ്. എന്ത് എക്കണോമിക് ആക്ടിവിറ്റി ആണ്? അവിടെ ഒരു റിസോഴ്സിനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഗുഡ്സ് ആക്കി മാറ്റണ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിനെ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തേക്കണേ? അതിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെറിഷറി ഇൻഡസ്ട്രി. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഗുഡ്സുകൾ റിസോഴ്സുകൾ എന്താണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. ആ പ്രോസസ് ആയിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും എന്തെന്ന് പറയുന്നത് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രൈമറിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നാച്ചുറൽ റിസോഴ്സുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, മൈനിങ് ചെയ്യുക. മൈനിങ് എന്താണ്? ഒരു പ്രൈമറി ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. ഓക്കെ, അങ്ങനെ മൈനിങ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള നാച്ചുറൽ റിസോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അത്തരം റിസോഴ്സസുകളെ നമ്മൾ വേറൊരു രീതിയിൽ മാനുഫാക്ചറിങ് ചെയ്തിട്ട് നമ്മളൊരു വേറെ ഫോമിലേക്ക് ആക്കി മാറ്റണം. അത്തരം ആക്ടിവിറ്റീസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇരുമ്പ് മൈൻ ചെയ്ത് എടുത്തു എന്ന് വിചാരിക്കാം. അതിനെ ഒരു സ്റ്റീലാക്കി മാറ്റുകയാണ്. ഒരു മാനുഫാക്ചറിങ് നടത്തിയിട്ട് അതിനൊരു സ്റ്റീലാക്കി മാറ്റുക എന്നെങ്കിൽ അതെന്താണ്? അവിടെ നടക്കുന്നത് ഒരു സെക്കൻഡറി ഇൻഡസ്ട്രി ആയിരിക്കും. ഓക്കെ, അത്തരത്തിൽ നാച്ചുറൽ റിസോഴ്സസുകൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള നാച്ചുറൽ റിസോഴ്സുകളെ നമ്മളൊരു മാനുഫാക്ചറിങ് ചെയ്തിട്ട് ഒരു വേറെ ഫോമിലാക്കി മാറ്റണം. ആക്ടിവിറ്റീസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അത്തരം ഇക്കണോമിക് ആക്ടിവിറ്റിനെ ആയിരിക്കും സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താണ് സെക്കൻഡറി ഇൻഡസ്ട്രി? അതിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയണമെങ്കിൽ ഇൻഡസ്ട്രി വിച്ച് ആർ കൺസേൺഡ് വിത്ത് യൂസിങ് ദ മെറ്റീരിയൽ വിച്ച് ഹാവ് ഓൾറെഡി ബീൻ എക്സ്ട്രാക്റ്റഡ് അറ്റ് എ പ്രൈമറി സ്റ്റേജ് കോൾഡ് സെക്കൻഡറി ഇൻഡസ്ട്രി. അതായത് ടീച്ചർ ഇന്നലെ കാണിച്ചിരുന്ന ആ വീഡിയോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിലെന്താണ്? അലോവേരയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്തായിട്ട് മാറ്റി? കുറേ ക്രീമുകളാക്കിയിട്ട് മാറ്റി ഇല്ലേ? എങ്ങനെയാണ് ക്രീമാക്കി മാറ്റി? കുറേ പ്രോസസ്സിലൂടെയൊക്കെ ഒരു അലോവേരേനെ കടത്തി വിട്ടിട്ട് എന്താക്കി? അതിനെ ഫേസ് വാഷ് ആയിട്ടും ക്രീമാക്കിയിട്ടൊക്കെ ആ ഇൻഡസ്ട്രി അതിനെ മാറ്റി. അത്തരത്തിൽ ഈ പ്രൈമറി ഇൻഡസ്ട്രീസുകളെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഇല്ലേ, ആ നാച്ചുറൽ റിസോഴ്സസിനെ ഒരു പ്രോസസ്സിലൂടെയൊക്കെ അതിനെ കടത്തി വിട്ടിട്ട് അതിനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയലായിട്ട് മാറ്റുന്ന ഇൻഡസ്ട്രീസുകളായിരിക്കും സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. This industry are concerned with using the material which have already been extracted at a primary state. പ്രൈമറി സ്റ്റേജിൽ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയലിനെ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ യൂസ്ഫുൾ ആയിട്ട് രീതിയിൽ മാറ്റുന്ന ഇൻഡസ്ട്രി. ഓക്കെ, ദിസ് ഇൻഡസ്ട്രി പ്രോസസ് സച്ചസ് മെറ്റീരിയൽ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഫോർ ഫൈനൽ കൺസംഷൻ ഓർ ഫർദർ പ്രോസസ്സിംഗ് ബൈ അതർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. എന്താണ് ചെയ്യണത്? ഈ ഇൻഡസ്ട്രി എന്ത് ചെയ്യാണ്? പ്രൈമറി ഇൻഡസ്ട്രിയിലെ മെറ്റീരിയലിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് ആ ഗുഡ്സിനെ റെഡിയാക്കുക. അതാണ് സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ പണി. മനസ്സിലായില്ലേ? നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? അലോവേരയുടെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയുക? ഇപ്പോൾ അയേണൊക്കെ നമ്മൾ എന്ത് ചെയ്തു? മൈൻ ചെയ്ത് വെച്ചു. അതിനെ നമ്മളൊരു സ്റ്റീലാക്കി മാറ്റിയാലേ നമുക്ക് അതിനെ ഒരു യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അതിനെ മാറ്റാൻ പറ്റുള്ളൂ. അത്തരത്തിൽ സ്റ്റീലാക്കി മാറ്റുന്ന ആ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതൊരു സെക്കൻഡറി ഇൻഡസ്ട്രിക്ക് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, നമുക്ക് ഈ സെക്കൻഡറി ഇൻഡസ്ട്രീനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഏതാണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ ഏതാണ് സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി.
അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം മാനുഫാക്ചർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് റോ മെറ്റീരിയലിനെ പ്രോസസ്സ് ചെയ്യുക അല്ലേ, മെഷീനൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുക. ഇൻഡസ്ട്രി എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ത്രൂ ദ പ്രോസസ് ഓഫ് റോ മെറ്റീരിയൽ ദസ് ക്രിയേറ്റിംഗ് ഫോം യൂട്ടിലിറ്റീസ്. അതായത് അതിനെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന അത്തരം ഇൻഡസ്ട്രികളാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ഓക്കെ, പിന്നെന്താണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുക, റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, അപ്പോൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളെ ആയിരിക്കും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലായില്ലേ? സെക്കൻഡറി ഇൻഡസ്ട്രീൻ്റെ 2 ക്ലാസിഫിക്കേഷനും മനസ്സിലായില്ലേ? ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ? സെക്കൻഡറി ഇൻഡസ്ട്രി അതിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റോൾ പ്ലേ നടത്താം. അതിനായിട്ട് 2 കുട്ടികൾ വരണം. ഒരാൾ എന്ന് പറയുന്നത് എന്താണ്? രാമു ആണ്. മറ്റാൾ എന്താണ്? രാജു ആണ്. രാമു, രാജു. രാമു എന്താണ്? രാമു നടത്തുന്നത് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണ്. ഓക്കെ, രാജു ആണെങ്കിൽ എന്താണ്? ഒരു കൺസ്ട്രക്റ്റീവ് ഇൻഡസ്ട്രി ആണ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണ്. അപ്പോൾ എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്താണ് നടത്തണേ എന്ന് രാമുവിനോട് ചോദിച്ചപ്പോൾ രാമു പറഞ്ഞു അവിടെ എന്താണ് റോ മെറ്റീരിയൽ ഒക്കെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഗുഡ്സ് ആക്കി മാറ്റണം അത്തരം ആക്ടിവിറ്റീസുകളാണ് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ നടത്തുന്നത്. അതിന് ആളൊരു എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്? ഓയിൽ റിഫൈനറി എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സിമെന്റ് ഇൻഡസ്ട്രി ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണ്. രാമു എന്ത് ചെയ്തു? എക്സാമ്പിൾ പറഞ്ഞു. ഇനി രാജുവിനോട് ചോദിച്ചപ്പോൾ രാജു എന്ത് പറഞ്ഞു? നമ്മൾ ബിൽഡിങ്ങോള്, റോഡോള്, ഡാംസ്, ബ്രിഡ്ജ് അത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്യണ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യണ ആക്ടിവിറ്റിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന രീതിയിൽ ആള് നടത്തണേന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഈ റോൾ പ്ലേ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, എന്താണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി? എന്താണ്? റോ മെറ്റീരിയലുകളൊക്കെ പ്രോസസ് ചെയ്തിട്ട് ഒരു ഗുഡ്സ് ആക്കി മാറ്റണ ആക്ടിവിറ്റിനെ ആയിരിക്കും ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് എന്താണ് എക്സാമ്പിൾ പറഞ്ഞേ? സിമെന്റ് ഇൻഡസ്ട്രി ഒരു എക്സാമ്പിൾ ആണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് ഓയിൽ റിഫൈനറി അല്ലെങ്കിൽ സിമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പൊ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീടുകളിലൊക്കെ കൺസ്ട്രക്ഷൻ നടന്നിട്ടില്ലേ? വീട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ ആണ്. റോഡ് പണിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ ആണെന്ന് പറയാം. ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ ആണ്. അത്തരം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസുകൾ നടത്തുന്ന ഇൻഡസ്ട്രീസുകളെ ആയിരിക്കും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, എന്താണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് വിശദമായിട്ട് നോക്കാം. അതിനായിട്ട് ടീച്ചർ ഒരു PPT കാണിച്ചു തരാം. നിങ്ങൾ ആ PPT ഒന്ന് നോക്കിയിട്ട് വരും. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്താണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ producing goods through the process of raw material or semi-finished material called manufacturing industry. അതായത് റോ മെറ്റീരിയലോ അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളോ പ്രോസസ്സ് ചെയ്തിട്ട് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്തരം ഇൻഡസ്ട്രീസുകളെ ആയിരിക്കും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതാണ്? അനലറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി ആൻഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അനലറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അനാലിസിസ് ചെയ്യുക അല്ലേ? അനലറ്റിക്കൽ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അനലൈസ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഡസ്ട്രി വിച്ച് അനലൈസ് ആൻഡ് സെപ്പറേറ്റ് ഡിഫറെൻറ്റ് എലമെൻറ്റ് ഫ്രം ദ സെയിം മെറ്റീരിയൽ. അതായത് ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ആ മെറ്റീരിയലിന് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ ഡിഫറെൻറ്റ് എലമെൻസുകളാക്കി മാറ്റുക. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിലേക്കും അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞത്? അനലൈസ് ചെയ്യും, അതേപോലെ ഡിഫറെൻറ്റ് മെറ്റീരിയലായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി. അനലൈസ് ചെയ്യാമെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ഓയിൽ റിഫൈനറി ആണ് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അനലൈസ് ചെയ്യുക, ഡിഫറൻസ് എലമെൻസുകളാക്കി തിരിക്കുക.
അപ്പോൾ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ്? അതായത് അതിന് വാരിയസ് ഇൻഗ്രീഡിയൻസുകൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും, എന്നിട്ട് ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുക. അതെ, കുറേ എലമെൻസുകളെ കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യാന്ന് ഒരു പ്രൊഡക്റ്റായിട്ട് മാറ്റുക. അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രീസിനെ ആയിരിക്കും സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? സിമെൻറ്റ് ഇൻഡസ്ട്രി ഒരു സിന്തറ്റിക്കൽ ഇൻഡസ്ട്രിയാണ് ഉള്ളത്. അപ്പോൾ അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയുടെ നേരെ ഓപ്പോസിറ്റാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രിയിൽ. ഓക്കെ, അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയിലെ എക്സാമ്പിൾ ഏതാണ്? ഓയിൽ റിഫൈനറി. അപ്പോൾ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾ ഏതാണ്? സിമെൻറ്റ് ഇൻഡസ്ട്രി. ഓക്കെ, ഇനി ഏതാണ്? പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? റോ മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന രീതിയിൽ ആലോചിക്കുക. പ്രോസസ്സ് ചെയ്യാണ് അവിടെ മെയിൻ പണി. ഓക്കെ, അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയുടെ പണി അനലൈസ് ചെയ്യുക. സിന്തറ്റിക്കൽ ഇൻഡസ്ട്രിയുടെ പണി എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുവരിക, സിന്തസൈസ് ചെയ്യുക എന്ന രീതിയിൽ. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ പണി എന്തായിരിക്കും? പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ഷുഗർ ആൻഡ് പേപ്പർ ഇൻഡസ്ട്രി. അവിടെ എന്താ ചെയ്യണത്? അവിടെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് ആ റോ മെറ്റീരിയലിനെ പ്രോസസ്സ് ചെയ്യല്ലേ ചെയ്യണത്. അതുകൊണ്ടാണ് അതിനെ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അത് ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രി ആണെന്ന്. നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, പിന്നെന്താണ്? അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അസംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബിൾ ചെയ്യുക. അതുതന്നെയാണ്. വിച്ച് അസംബിൾ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് പാർട്ട് ടു മേക്ക് ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കമ്പോണൻസുകൾ അസംബിൾ ചെയ്യുന്ന ഇൻഡസ്ട്രികളെ ആയിരിക്കും എന്തെന്ന് പറയണത്? അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയണത്. ഓക്കെ, ഒരു ടെലിവിഷൻ്റെ കേസസിലോ അല്ലെങ്കിൽ കാറിൻ്റെ കേസസിലോ കമ്പ്യൂട്ടറൊക്കെ അത്തരത്തിൽ ഉള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കും. അപ്പോൾ നമ്മളെന്താണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ നമ്മൾ 4 ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ പഠിക്കണം. ഓക്കെ, ടീച്ചർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രി. സെക്കൻഡറി ഇൻഡസ്ട്രീനെ നമ്മൾ എങ്ങനെയാണ് 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് 4 ഇൻഡസ്ട്രികൾസ് ചെയ്യണത്. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ കീഴിൽ ഏതൊക്കെയാണ് വരുന്നത്? അനലിറ്റിക്കൽ, സിന്തറ്റിക്കൽ, പ്രോസസ്സിംഗ് ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന രീതിയിൽ. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതാണ്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രക്ഷനുമായിട്ട് ഡീൽ ചെയ്യണ ഇൻഡസ്ട്രീസ്. അവരെന്താ അവർ മെയിൻ പണി? അവരുടെ പണി കൺസ്ട്രക്ഷൻ ചെയ്യലാണ്. എന്തൊക്കെയാണ് അവർ കൺസ്ട്രക്ട് ചെയ്യുക? ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാം, റോഡ് കൺസ്ട്രക്ട് ചെയ്യാം, ഡാം കൺസ്ട്രക്ട് ചെയ്യാം, ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാം. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ഡീൽ ചെയ്യുന്ന അത്തരം ഇൻഡസ്ട്രീസുകളെയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സെക്കൻഡറി ഇൻഡസ്ട്രീനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഇതിൽ ടീച്ചർ ഒരു കോഡ് പറഞ്ഞു തരട്ടെ. അസാപ്പ് എന്ന് ആലോചിച്ചാൽ മതി. ASAP. അസാപ്പിൻ്റെ കോഴ്സിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു അസാപ്പ് എന്ന് ആലോചിച്ചാൽ മതി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അനലിറ്റിക്കൽ A, സിന്തറ്റിക്കൽ S, പിന്നെന്താണ്? അസംബ്ലിംഗ് A, വീണ്ടും A വന്നു, പ്രോസസ്സിംഗ് P. ഓക്കെ, അപ്പോൾ അസാപ്പ് എന്നുള്ള ഒരു കോഡ് ആലോചിച്ച് വെച്ചാൽ മതി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, ഓർമ്മയില്ലേ? ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, പിന്നെ എന്താണ്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ. സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്താന്ന് പഠിച്ചു ഇല്ലേ? സെക്കൻഡറി ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചു ഇല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ പ്രൈമറി ഇൻഡസ്ട്രി എന്താന്ന് നിങ്ങൾക്ക് അറിയാം. പ്രൈമറി ഇൻഡസ്ട്രിയും സെക്കൻഡറി ഇൻഡസ്ട്രീനെ കണക്ട് ചെയ്യാൻ ഒരു ഇൻഡസ്ട്രീസിന്റെ വേറൊരു ഇൻഡസ്ട്രിയുടെ ആവശ്യമുണ്ടോ? ഉണ്ട് എങ്കിൽ എന്തൊക്കെയായിരിക്കും അത്തരത്തിലൊരു ഇൻഡസ്ട്രി നൽകുന്ന നമ്മുടെ സർവീസുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ടീച്ചർ അതിനായിട്ട് നിങ്ങളുടെ ക്ലാസ്സിനെ 2 ഗ്രൂപ്പാക്കി തിരിക്കുവാണ്. ഈ ഒരു ഗ്രൂപ്പ് എന്ത് പറയണം?
അത്തരത്തിലൊരു ഇൻഡസ്ട്രി ആവശ്യമാണ് എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് പറയണം. ഈ ഗ്രൂപ്പുകാർ എന്ത് പറയണം? അത്തരത്തിലൊരു ഇൻഡസ്ട്രി ആവശ്യമൊന്നുമില്ല, പ്രൈമറി ഇൻഡസ്ട്രീസിനെയും സെക്കൻഡറീസിനെയും കണക്ട് ചെയ്യാൻ ഒരു ഇൻഡസ്ട്രി ആവശ്യമില്ല എന്ന രീതിയിൽ ഓപ്പോസിറ്റ് ചെയ്ത് പറയണം. റെഡി അല്ലേ? ഓക്കെ, ടീച്ചർ 5 മിനിറ്റ് സമയം തരാം. ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, എല്ലാവരും ഡിബേറ്റിന് തയ്യാറായോ? ഓക്കെ, അപ്പോ എന്താണ് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഇനി അത്തരത്തിലൊരു ഇൻഡസ്ട്രി ആവശ്യമുണ്ടെങ്കിൽ എന്താണ് അത്തരം ഇൻഡസ്ട്രീസുകളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പറയാൻ ആവശ്യമുള്ളത്, പറയാൻ കഴിയുന്നത്? എന്താണ്? അതിന്റെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഒരു ഫിനാൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗുഡ്സുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു ഇൻഡസ്ട്രി ആവശ്യമാണ് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. എങ്കിൽ നിങ്ങളൊരു ഓപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് കിട്ടിയേക്കുന്നത്? പ്രൈമറി ഇൻഡസ്ട്രിയും സെക്കൻഡറി ഇൻഡസ്ട്രിയും വെൽ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് അത്തരം ഇൻഡസ്ട്രി ആവശ്യമില്ല. ഓക്കെ, അതാണ് ഇവർ പറയുന്ന പോയിന്റ്. ഓക്കെ, എല്ലാവരും ഡിബേറ്റ് നല്ല വൃത്തിക്ക് പങ്കെടുത്തു. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ടീച്ചർ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്നു എങ്കിൽ ഒരു പ്രൈമറി ഇൻഡസ്ട്രി ആവട്ടെ സെക്കൻഡറി ഇൻഡസ്ട്രി ആവട്ടെ, രണ്ട് ഇൻഡസ്ട്രീസുകൾക്കും ഒരു റിസ്ക് അവിടെ ഉണ്ടായിരിക്കും, ഇല്ലേ? അപ്പോൾ അത്തരം റിസ്കുകളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക? ഒരു ഇൻഷുറൻസ് എടുക്കും. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് എടുക്കണം. പിന്നെ നമുക്ക് പൈസക്ക് ആവശ്യമുണ്ട്, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പൈസക്ക് ആവശ്യമുണ്ട്, നമുക്കൊരു വീട് വെക്കണം, നമുക്ക് പൈസക്ക് ആവശ്യമുണ്ട്, നമ്മൾ എന്താ ചെയ്യും? ലോൺ എടുക്കും. അപ്പൊ നമ്മൾ എവിടെയാ അപ്രൂവ് ചെയ്യണത്? അവിടെ ഒരു ബാങ്കിനെ അപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മള് ബസ് കയറി പോകും. ബസ് കയറി പോവാന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ ആവശ്യമുണ്ട്. അപ്പോ ഇത്തരത്തിൽ ഒരു വെയർഹൗസിംഗ് ആവട്ടെ, ഒരു ബാങ്ക് ആവട്ടെ, ഒരു ഇൻഷുറൻസ് ആവട്ടെ, ഒരു കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, എന്തുമാവട്ടെ, അത്തരം റിസ്കുകളെ, അത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിരിക്കും ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? ഇൻഡസ്ട്രി വിച്ച് സപ്പോർട്ട്, എന്ത് ചെയ്യാണ്? സപ്പോർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ പ്രൊവൈഡ് സർവീസ് ടു പ്രൈമറി ഇൻഡസ്ട്രി, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? സെക്കൻഡറി ഇൻഡസ്ട്രീസിന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. അല്ലെങ്കിൽ എന്താണ്? ഈ പ്രൈമറി ഇൻഡസ്ട്രീനെയും സെക്കൻഡറി ഇൻഡസ്ട്രീസിനെയും കണക്ട് ചെയ്യുന്ന അത്തരം ഇൻഡസ്ട്രീസുകളായിരിക്കും ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചർ ഇപ്പോൾ ഒരു PPT കാണിച്ചു തരാം. ആ PPTയില് എന്താണ് ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ PPT ഒന്ന് കണ്ടിട്ട് വരും. ഇനി നമുക്ക് മൂന്നാമത്തെ ഇൻഡസ്ട്രി പഠിക്കാം. നമ്മളിപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രിയും പഠിച്ചു. ഇനി ടെർഷ്യറി ഇൻഡസ്ട്രി എന്താ നോക്കി നോക്കാം. അപ്പം നമ്മൾ പഠിച്ചു, ഇപ്പം നമ്മൾ ആ ഡിബേറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി, ഈ പ്രൈമറി ഇൻഡസ്ട്രീനെയും സെക്കൻഡറി ഇൻഡസ്ട്രീനെയും സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീനെ ആയിരിക്കും ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നുണ്ടാവുക. ഇൻഡസ്ട്രി പ്രൊവൈഡ് സപ്പോർട്ട് സർവീസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി ആണ്. എന്താണ് പറഞ്ഞത്? പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി ആയിരിക്കും ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് സർവീസ് ഫെസിലിറ്റി. ഇതെന്താ പ്രൊവൈഡ് ചെയ്യണത്? ഒരു സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ വരാം, ബാങ്കിങ് വരാം, ഇൻഷുറൻസ് വരാം, വെയർഹൗസിംഗ് വരാം, കമ്മ്യൂണിക്കേഷൻ വരാം. ഓക്കെ, ഇത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഏതൊരു ഇൻഡസ്ട്രി, പ്രൈമറി ഇൻഡസ്ട്രീനെയും സെക്കൻഡറിയും സഹായിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഒരു ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എയ്ഡ്സ് ടു ട്രേഡ് എന്നും പറയാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ട്രേഡിനെ സഹായിക്കുന്ന ഇൻഡസ്ട്രി എന്ന രീതിയിലും പറയാം. ഓക്കെ, അത് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്, ഇനി വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് ആലോചിച്ചാൽ മതി. ടെർഷ്യറി ഇൻഡസ്ട്രിയിൽ എന്താണ്? ഈ പ്രൈമറി ഇൻഡസ്ട്രീനെയും സെക്കൻഡറി ഇൻഡസ്ട്രീസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ടെർഷ്യറി ഇൻഡസ്ട്രി. അവിടെ ഒരു സർവീസാണ് അത് പ്രൊവൈഡ് ചെയ്യണത്. ഇതിനുള്ള എക്സാമ്പിൾ പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ് ഒക്കെ ആണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ 3 ഇൻഡസ്ട്രീസിൻ്റെ ക്ലാസിഫിക്കേഷൻ: പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെർഷ്യറി ഇൻഡസ്ട്രി. ടെർഷ്യറി ഇൻഡസ്ട്രി നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തായിട്ട് ഒരു ആക്ടിവിറ്റിയിലേക്ക് കടന്നാലോ?
ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ആക്ടിവിറ്റി ആണ്, നല്ല എളുപ്പമുള്ള ആക്ടിവിറ്റി ആണ്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു പിക്ചർ കാണിച്ചു തരാം. അതൊരു ഗ്രാഫിക് ഓർഗനൈസർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ 3 പിക്ചർ ആണ് ഉള്ളത്, കണ്ടില്ലേ? അപ്പൊ ആ പിക്ചറില് ഫസ്റ്റത്തെ പിക്ചർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് പ്രൈമറി ഇൻഡസ്ട്രി ആണോ, സെക്കൻഡറി ഇൻഡസ്ട്രി ആണോ, ടെർഷ്യറി ഇൻഡസ്ട്രി ആണോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഗ്രാഫിക് ഓർഗനൈസർ നോക്കിയേ, കണ്ടോ? ഫസ്റ്റത്തെ എന്തിൻ്റെ പിക്ചറാണ്? ഒരു വെയർ ഹൗസിൻ്റെ പിക്ചറാണ്. സെക്കൻഡോ ഒരു ഇൻഡസ്ട്രിയുടെ പിക്ചറാണ്. തേർഡോ എന്താണ്? ഒരു ഫാമിൻ്റെ പിക്ചറാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെയർ ഹൗസ് എന്ന് പറയുന്നത് ഏത് ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷനാണ്? ഏതാണ്? ടെർഷ്യറി ഇൻഡസ്ട്രി. ഓക്കെ. അപ്പോൾ ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏത് ഇൻഡസ്ട്രിയാണ്? സെക്കൻഡറി ഇൻഡസ്ട്രി. അപ്പോൾ മൂന്നാമത്തെ നോക്കിയേ, ഫാം ഏത് ഇൻഡസ്ട്രിക്ക് എക്സാമ്പിളാണ്? ഏതാണ്? പ്രൈമറി ഇൻഡസ്ട്രി. നോക്കട്ടെ, ആൻസർ നോക്കട്ടെ. വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആൻസർ കറക്റ്റാണ്. വെയർ ഹൗസ് എന്ന് പറയുന്നത് ടെർഷ്യറി ഇൻഡസ്ട്രിക്ക് എക്സാമ്പിളാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഇൻഡസ്ട്രിയാണ്. പിന്നെ ഫാം എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആൻസർ കറക്റ്റാണ്. വെരി ഗുഡ്. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ മനസ്സിലായി? ഇൻഡസ്ട്രീസിന്റെ 3 ക്ലാസിഫിക്കേഷൻ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോ ഇനി നാളെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അടുത്തുള്ള ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അവിടെ നടക്കുന്ന ബിസിനസ് ആക്ടിവിറ്റി എന്താണ്, അത് ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രി ആണ് എന്നൊക്കെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കൊണ്ടുവരിക. എന്നിട്ട് കളക്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് അസൈൻമെന്റ് രൂപത്തിൽ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യാം. റെഡിയാണോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. താങ്ക് യു.